പൈസ മൊത്തം ആശുപത്രിയിൽ തന്നെ ചിലവായി. അപ്പോൾ നമ്മളെന്താ ഓർത്ത് ഒരു 10 രൂപ ഇപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞത് തന്നെ ചെന്നു ഒരു പച്ചമുളക് വേണം 5 രൂപയ്ക്ക് കിട്ടും. പച്ചമുളക് 5 രൂപ. ലാസ്റ്റ് കോഫിയിൽ നിന്നും കോഴിയിലോട്ട് ഇനി ഞങ്ങൾ ഇതുള്ളവരൊന്നും അല്ല, ഞങ്ങൾ അനാഥരാണ് കൊണ്ട് ചിരിച്ചോണ്ടിരിക്കുക. അത് ചിരിക്കൊണ്ടിരിക്കുക, അത് കണ്ടിന്യൂ ആയിട്ട് ചിരിച്ചോണ്ടിരിക്കുക. ലൈഫ് ഈസ് എൻജോയ്. So hey guys, welcome back to our YouTube channel. So ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് ഈ ഗ്ലാസ് ആണ്. ഇവൻ ഈ ഗ്ലാസ് ഇവൻ കണ്ട വേറൊരു ഗ്ലാസ് ആണ്, പക്ഷെ ഇവൻ ഗ്ലാസ് മാത്രമല്ല, ഇവന്റെ അകത്തൊരു മാഗ്നറ്റ് ഉണ്ട്. യു ക്യാൻ സീ ദിസ് ഇസ് എ മാഗ്നറ്റ്. നമ്മൾ ഒരു ക്യാപ്സൂളിന്റെ ഷേപ്പിലുള്ള ഒരു മാഗ്നറ്റ് ഉണ്ട്. ഇവനെ ഞാനിപ്പം എവിടെ ഇട്ടാലും അവൻ കറക്റ്റ് പോയി ആ സെന്ററിൽ തന്നെ നിൽക്കും. യു ക്യാൻ സീ ദിസ്. ഓക്കെ, അപ്പൊ ഇവന് ഒരു ബ്ലെൻഡറിന്റെ വർക്കാണ് ചെയ്യുന്നത് ഈ ഗ്ലാസിനകത്ത് ആക്ച്വലി. ഐ വിൽ ഷോ യു. ഇവിടെ സ്വിച്ച് ഉണ്ട്, സ്വിച്ച് ഉണ്ട്, ബ്ലെൻഡർ ഈ സ്വിച്ച് ഉണ്ട്. സോ ഹി വർക്ക് ആസ് എ ഡ്രൈ ആയിട്ട് ചെയ്യുമ്പോൾ സൗണ്ട് വരില്ലേ? ഡ്രൈ ആയിട്ട് ആക്കുമ്പോൾ സൗണ്ട്. ഈ ഡ്രൈ ഇതിപ്പോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ബ്ലേഡ്. എന്നാ ഒരു ഐഡിയ ചെയ്യടി, പാലൊഴിച്ചിട്ട് നമുക്ക് കോഫി പൗഡർ കൊടുത്തു നോക്കിയാലോ? പാലൊഴിച്ചിട്ട് കോഫി പൗഡർ അതിന്റെ മേലിട്ടാ പോലെ. അങ്ങനെയല്ല, കോഫി പൗഡർ ഒഴിച്ചിട്ട് പഞ്ചസാര കൊടുത്ത് നമുക്ക് പാൽ ഒഴിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത്. എക്സ്പെരിമെന്റ് ആണ് ഇത്. ഞങ്ങൾ രാവിലെ ഹോർലിക്സ് അല്ല, ഇവൻ തന്നെ ആ ഷേക്ക് ഇല്ലേ, മറ്റേ ശ്രീജു പ്രിപ്പയർ ചെയ്ത മറ്റേ സത്തു എന്നൊക്കെ ഞാൻ രാവിലെ ബ്ലെൻഡ് ചെയ്ത് കുടിച്ചായിരുന്നു. കടലപ്പൊടി. ഇപ്പൊ ഞാൻ ഡാൽഗൺ കോഫി ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ ഞാൻ 3 പാക്കറ്റ് കോഫി പൗഡർ എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ 3 പേരാണല്ലോ ഉള്ളത്. ഞങ്ങൾ 3 പേർക്ക് വേണ്ടി 3 പാക്കറ്റ് 3 പാക്കറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബുദ്ധിയില്ലാത്തതാണ് പറയുന്നത്. സോ ഒരു സ്പൂണും ഇച്ചിരി കൂടെ പഞ്ചസാര, 2 സ്പൂൺ പഞ്ചസാര മതി. 2 ഇത് ഇട്ടിട്ടുള്ളൂ, 3 കേട്ടോ? 3 ഓക്കെ. 1 പാക്കറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ പാൽ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പാൽ കൂടി ഇച്ചിരി വെച്ച് കൊടുക്കാം. അത് ഓഫാക്കുക ഗ്യാസ്. ചൂടാക്കാൻ വെച്ചതാ. പിന്നെ ഓൾറെഡി ചൂടായിരുന്നു പാല്, നമ്മൾ തിളപ്പിച്ചതാ. ഇച്ചിരി പാല് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നോക്കൂ, ഇച്ചിരി പാല്. ഞാനൊന്ന് ഓണാക്കി കാണിക്കാം. ഇപ്പം തെറിക്കും ഇത്. ഷോ യു ഫസ്റ്റ്. കണ്ടോ? തെറിക്കുന്നുണ്ടോ? അപ്പം ഇവനൊരു അടപ്പുണ്ട്. ഞാൻ ഇത് അടപ്പ് വെച്ച് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം, തിരക്കാണ്ടിരിക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് വേണേലും ഇവൻ എന്താ ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും ഈ ഹോളിൽ കൂടെ. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് ഞാൻ ഇങ്ങനെ ഇവനെ ലീവ് ചെയ്യുവാണ്. നമുക്ക് ഡാൽഗൺ കോഫി അല്ലേ ഉണ്ടാക്കേണ്ടത്, മറ്റേ ഈ മെഷീനൊന്നും ഇല്ല, നമ്മുടെ കോഫി ബ്ലെൻഡർ ഇല്ലെങ്കിലും ഇവന് കോഫി ബ്ലെൻഡർ, അതുപോലെ നമുക്ക് പ്രോട്ടീൻ സെറ്റിട്ട് രാവിലെ പാലൊഴിച്ചിങ്ങനെ ഓണാക്കി വെച്ച് നമ്മളൊന്ന് പോയിട്ട് വരുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും. തണുത്തതാണെങ്കിലും ഇവൻ ബ്ലെൻഡ് ചെയ്ത് തരും. എവിടെയെങ്കിലും ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്കൊരു കോഫി കുടിക്കാൻ തോന്നി, ഒരു ഫ്ലാസ്കോടെ ചൂട് കാപ്പി എടുക്കുക, ഡാൽഗൺ കോഫി ആണെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും. ഇത് ബാറ്ററിയിലാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെയാണ് ഇവന്റെ ബാറ്ററിയുടെ ഓപ്ഷൻസ് ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. ആവട്ടെ, ശ്രീജി ഇങ്ങനെ ഇവന് സമാധാനം ഇല്ല. കണ്ടോ ഗൈസ്? തെറിച്ച് ഗൈസ്. ഇവനൊന്ന് സെറ്റ് ആവട്ടെ. സെറ്റായിട്ട് നമുക്ക് ഓഫാക്കടി. ആയത് നല്ല കട്ടിയിലെ സൗണ്ട്. കട്ടി ആയിരുന്നു. ആയി നമ്മൾ ഓഫ് ആക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവത്തുള്ളൂ. തിക്നെസ് അല്ലേ? അത് ഒഴിക്കാൻ പോകത്തില്ല നമ്മൾ. ഓക്കെ, ഒന്ന് കാണിച്ചെടുക്കുക ഇങ്ങനെ. കുറച്ച് അത് നമ്മൾ ഒഴിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഓഫായിക്കോ. ഓക്കെ, ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. എനിക്ക് കുറച്ച് ഗ്യാസ് ഉണ്ട്.
ഗ്ലാസ് അല്ലേ ഗ്ലാസ് വേണോ? കുറച്ച് ഷുഗർ ഇട്ടുള്ളൂ നമ്മുടെ ഡാൽഗൺ കോഫി ഷുഗർ. അത് ബിന്ദുസ്ക ഗ്ലാസ് അതെവിടെ വെക്കടി ഈ ഗ്ലാസ്സിനോടോ? മമ്മിക്ക് ഇച്ചിരി ഏറെയാണ് സംഭവം വേണ്ടിയതൊക്കെ. ഞങ്ങളുടെ കുഞ്ഞു ഗ്ലാസ് ഞങ്ങൾ കോഫി കഴിക്കും. കുടിക്കില്ലേ ഇത്ര? ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇവനെ. ഇവൻ ആദ്യം വരുന്നത് വാട്ടറാണ്, പിന്നാണ് ക്വാണ്ടിറ്റി തെറ്റി, അളവ് തെറ്റി കൈ, അളവ് തെറ്റിട്ട് ചിരിക്കിനി ഉണ്ടാവില്ല മാറ്റമില്ലാതെ. രണ്ടോ? ആ അത് രണ്ടെന്ന് കുറച്ചുണ്ട് അവിടെ സ്പൂൺ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞ ഗൈസ് കുറച്ചുകൂടെ പാക്കറ്റ് എടുക്കാന്ന്. അതിൽ എനിക്ക് എത്ര വേണം? ഇവൻ ഇങ്ങനെ ഗൈസ് ഇവൻ എന്റെ കുടിക്കാൻ വരും. ഓക്കെ നോക്ക അപ്പൊ അതാ കാണിച്ചു കൊടുക്കാം. ചിത്രം കാണിക്കണ്ടേ? ഓക്കെ ഗൈസ് നമുക്കിനി കുടിക്കാം. എനിക്ക് ഇങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് ഇളക്കണം. നിന്റെ ഇതൊക്കെ ഇച്ചിരി ശരി ഇളക്കടി. സ്പൂൺ കൊള്ളൊന്നും കൂടി ഇല്ലായിരുന്നു. ബുദ്ധി ഇല്ലാതെ എന്ത് പറയാനാണ് ഗൈസ്. ബുദ്ധി പിന്നെ അവൾക്ക് നല്ല ബുദ്ധിയാണല്ലോ. ഇത് ഇവിടെ പോലത്തെ കണ്ട ഇവള് കണ്ട കൈ സ്പൂണിന് തല തിരിച്ചളക്കുന്നവള്. ഇവള് തല തിരിഞ്ഞവളാണ് ഇവള്. ഇല്ലേ ബിന്ദു? ആ ബിന്ദുവിനറിയാതെ. വാ കോഫി അടിച്ചിട്ട് വരാ. വാ മമ്മി കോഫി റെഡി. മതി. ഇനി പണികൾ കുറച്ച് കണ്ട് ചെയ്യും. ടെസ്റ്ററിനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കാം. മുഖത്തൊരു എക്സ്പ്രഷൻ. പഞ്ചസാരല്ലേ അല്ലേ? പഞ്ചസാര കടുപ്പം അല്ല ഇനി വയ്ക്കണ്ട. വേണ്ട വേണ്ട അത് കുടിക്കുക. അല്ലാണ്ട് നമുക്ക് വേറെ ഉണ്ടാക്കാം. ഇത് ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നല്ലേ? അവിടെ അതിൽ ഫെയിൽ ആയിരുന്നു തോന്നുന്നത്. അത് ഇനി പിന്നെ ബെൻഡ് ചെയ്യാൻ പോവാണോ? എടി അപ്പൊ അത് വിളിച്ചൂടറി. കുറച്ച് ബുദ്ധിക്കുറവുണ്ട് വിളിച്ചത്. പിന്നെ ബിന്ദു എവിടം വരെ എത്തി വൃത്തി ആക്കൽ പരിപാടി? വൃത്തിയാക്കൽ ഒരു അരഭാഗമായിരിക്കുന്നതേ ഉള്ളൂ. ഒരു സൺഡേയിൽ ഒരു അവധി കിട്ടിക്കഴിഞ്ഞാൽ വീട് വൃത്തിയാക്കൽ തന്നെയാണ്. അതെ. ചക്കാന്ന് പറയുമ്പോ ചുക്കെന്ന് പറയുമ്പോ ബിന്ദുവിന്റെ വിശേഷം സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ. രാവിലെ 6 മണിയായപ്പോ നടക്കാൻ പോയി. നടന്നിട്ട് വന്നിട്ട് പിന്നെയും കിടന്നുറങ്ങി. എണീറ്റ് 11 മണിക്ക്. 2 മിനിറ്റ് സാധനം സെറ്റാ കണ്ടോ? ഇച്ചിരി കൂടെ അത് ഒഴിച്ച് ബെൻഡാക്കടി. എന്നാലും അതിനകത്ത് മൊത്തം വരട്ടടി. ഇത് ഒന്നോട്ട് ഒഴിച്ചെന്നാ അങ്ങനല്ല, എന്നാലേ അത് ശരിയാത്തുള്ളൂ. അടിക്കേ ഒന്ന് ഓർക്കരുത്. അങ്ങനെയാണ് അത് ബിന്ദു യൂണിവേഴ്സ്, മൾട്ടി യൂണിവേഴ്സ്. അയ്യോ എന്തുപാടി നീ ചെയ്യേ ഗൈസ്. ഇത് വീട്ടിൽ ആരും അനുകരിക്കരുത് കേട്ടോ. ഇങ്ങനത്തെ പഞ്ചസാര എന്ത് ചെയ്യടി? സൂപ്പർ ആയിട്ട് ബ്ലെൻഡ് ആയി കണ്ടോ ഗൈസ്. എനിക്ക് ഇച്ചിരി മധുരമൊക്കെ വേണം. നമ്മളിച്ചിരി മധുരവും എരിവും പുളിയും ഒക്കെ ചേർത്ത് കഴിക്കുന്നതും കുടിക്കുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് നമുക്കൊന്ന് ടൈറ്റ് ഷുഗർ കട്ടിങ് അല്ലേ കാര്യമൊന്നുമില്ല. ഇച്ചിരി ഷുഗറും ഒക്കെ ആവശ്യത്തിന് ജീവിക്കുന്ന നല്ല സൂപ്പറായി ഭക്ഷണം തിന്നും കുടിച്ചും ജീവിക്കും. സമ്പാദിച്ചോ ഇരുന്നോണ്ടൊന്നും ഒരു കാര്യവും ഇല്ല. സമ്പാദ്യം എന്താ, ഇന്നല്ലേ നാളെ നമ്മള് പോകും. സമ്പാദിച്ചോണ്ടിരുന്ന നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നമ്മുടെ ആഗ്രഹമുള്ളതെല്ലാം കഴിക്കുകയും കുടിക്കുകയും എൻജോയ്മെന്റ് ചെയ്യും.
ശരി, നിന്റെ അടുത്ത് ഒന്നേക്ക് ഒന്നും വേണ്ട, എനിക്കിപ്പോ ഉള്ള പോലെ ജീവിക്കുന്നിടത്തോളം കാലം നല്ല എടുത്തോണ്ട് വാ, ഞാൻ set ആക്കി തരാം നിനക്ക്. എൻജോയ് ചെയ്യുക, അതാണ് എന്റെ. അതെ, അല്ല എന്താ ലൈഫ് ഈസ് എൻജോയ്. മാറ് ഗൈസ്. ഇപ്പൊ സൂപ്പർ കാർത്തിക, അടിപൊളി കാപ്പി. കാർത്തിക അടിപൊളിയാണ് കാപ്പി. കാത്തുവിന്റെ കോഫി അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോഴാണ് ഒരു രസം കിട്ടിയത് കുടിക്കാൻ. എന്റെയും കൂടി ഇടുന്നു കോഫി. എന്റെ കൂടി ഇടാവോ? ഇട്ടു. ആ ഇട്ടോ, ഗുഡ് ഗേൾ. അതാണ് ഇങ്ങനത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോക്ക് ഞങ്ങളുടെ ഇനി രണ്ടല്ലോ കാപ്പി പൊടി, ഇനി രണ്ടല്ലോ കാപ്പി പൊടി. ഇനി വേണ്ട. ഇങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോക്ക് വേണ്ടി ഞങ്ങളുടെ ചങ്കിന് എന്തെങ്കിലും പുതിയ സാധനങ്ങൾ കിട്ടുമ്പോ ചങ്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും പുതിയ സാധനങ്ങൾ കിട്ടുന്ന ഞങ്ങൾക്ക് അങ്ങ് വെറി. ഇനി ഇത് ഒറ്റ ദിവസമേ ഉള്ളൂ. ഇനി എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത വർഷം ഇനി വന്നിട്ടുണ്ട്. അങ്ങനെ എന്തെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഞങ്ങളുടെ ബ്രെഡ് മേക്കർ ഉണ്ട് അല്ലേ, പിന്നെ സ്റ്റീം ടോസ്റ്റ് മേക്കർ, സാൻഡ്വിച്ച് മേക്കർ, അതേപോലെ സ്റ്റീം റൈസ്, മറ്റേതില്ലേ റൈസ് കുക്കർ. റൈസ് കുക്കർ. യെസ്, പോട്ടെ മോലെ, കുഞ്ഞുങ്ങളല്ലേ, മനുഷ്യരല്ലേ. ഇപ്പൊ കുറച്ച് തെറ്റൊക്കെ പറ്റിയെന്നൊക്കെ വരും. കണ്ട കൈസ് കളിയാക്കിച്ചിരിക്കുകയാണ് അവിടെ. അവിടെ റിഫ്ലക്റ്റ് അടിക്കുന്നുണ്ട് കമ്പിന്ന്. അത് പറഞ്ഞപ്പോൾ വേഗം ചുണ്ടുകൂട്ടി. എനിക്ക് ദേഷ്യം വരുന്നുണ്ടോടി, പറ. ഏത്, എനിക്ക് വലിയ ഗ്ലാസ് ചെറിയ ഗ്ലാസ്സോ? ക്വാണ്ടിറ്റി കണ്ടോ ഗൈസ്, സെയിം ആണല്ലോ. എന്തെടുക്കാം, പാവം. ഇപ്പൊ ബിന്ദുസ് കാപ്പിയൊക്കെ കുടിക്കുമ്പോ നല്ലതായിട്ട് ഇരുന്ന് അതിന്റെ ടേസ്റ്റ് നല്ല രുചി അറിഞ്ഞ് ഇങ്ങനെ പെയ്യെ അത് കുടിച്ചാലേ അതിനൊരു രസമുള്ളൂ. അല്ലാതെ കുടിച്ചു സൂപ്പർ കോഫി ഞാൻ കുടിച്ചിട്ട് ഇഡ്ലി ഇല്ലേ, ഇഡ്ലിയുടെ കോഫി ഇല്ലേ, നല്ല രസമുണ്ട് കേട്ടോ. സൂപ്പർ. ചൂടില്ല, ചൂട് താങ്കൾ പതുക്കെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടായിരുന്നു. ഞാനങ്ങ് ക്ഷമിച്ചു. ചൂട് പോയതിന്റെ കാരണം ചൂട് കൂടെ ഉണ്ടായിരുന്നെങ്കിലോ അതൊന്നറിയിക്കട്ടെ. ഇങ്ങനത്തെ ഒരു കോഫി വേണമെങ്കിൽ നമ്മുടെ ഇവിടെ 250 രൂപ സ്റ്റാർബക്സ് ഉണ്ടാവുന്നു. സ്റ്റാർബക്സ് അറിയാമോ? വൻദേവി അമ്പലത്തിന്റെ മുന്നിലത്തെ കടയിൽ നിന്ന് നമ്മൾ ഒരു ദിവസം പന്ന കോപ്പി കുടിച്ച് 150 രൂപ മേടിച്ച ഓർമ്മയുണ്ടോ? മമ്മിക്ക് വയ്യാണ്ടായില്ലായിരുന്നു, പനി ഏതാണ്ട് വന്നപ്പോ ബ്ലഡ് ടെസ്റ്റ് നടത്താൻ പോയായിരുന്നു കൊറോണ സമയത്ത്. ഇത് എന്ത് നല്ലതാ, ഇതിനെക്കാട്ടിലും മധുരമില്ല. ഇത് നല്ല കോഫി, കൊള്ളത്തില്ലായിരുന്നു. ഇത് പിന്നെ കൊള്ളാം, അതിനകത്ത് കോഫി കൊള്ളത്തില്ല. 150 രൂപ കണ്ണു തള്ളിപ്പോയി. 150 രൂപ ഒരു കാപ്പിക്കെന്ന് കേട്ടപ്പോ സത്യം. ഇവിടെ 30-40 ചോദിച്ചു, ഞങ്ങളുടെ 3 പേരുടെയും കൂടെ ഒന്നിച്ചാണോ നിങ്ങൾ ഈ 150 പറയുന്നത്? അല്ലല്ലോ, ഒരാളെ കോഫിക്ക് 450 രൂപ കോഫിക്ക്. അമ്മോ, 450. എന്ത് ചെയ്യാനല്ല ആള്. വയ്യാത്ത ഒരു സ്ത്രീയും കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് ഒരു കോഫി കുടിക്കാനായിട്ട് ഒരു കടയിൽ കയറുക. പൈസ മൊത്തം ആശുപത്രിയിൽ തന്നെ ചെലവായി. അപ്പൊ നമ്മളെന്താ ഓർത്തോ, ഒരു 10 രൂപയോ അല്ലെ 15 രൂപയോ 20 രൂപ, അതിൽ കൂടുതൽ കോഫിക്കുണ്ട്. അല്ല 50 രൂപ, 50 പിടി മാക്സിമം. അല്ല 100 പിടിക്കാം മാക്സിമം. 100 വേണ്ട, 50 മതി. ഇവിടെയൊക്കെ കോഫി 30-40 ഒക്കെ ഉള്ളു. വലിയ കാര്യത്തിൽ 3 പേരും കേറി, ഞാനും എന്റെ ചേട്ടത്തി കാത്തു. നമ്മള് വലിയ കോഫിയൊക്കെ താന്ന് പറഞ്ഞു, വലിയ അടിപൊളിയായിട്ട് കോഫിയൊക്കെ എന്നാലും ജ്യൂസ് കുടിക്കാൻ പ്രൈസ് നോക്കണ്ട. ജ്യൂസ് വന്നപ്പോ അവര് ബില്ല് കൊണ്ട് തന്നു നമ്മുടെ മുന്നില്. അത് കുടിക്കണോ വേണ്ടേ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അതിനൊരു മധുരമോ ആട്ടെ ഒരു കടുപ്പോ ആട്ടെ ഒന്നുമില്ല. ഉമ്മ അവരെ വലിയൊരു ഗുണ്ട് ഗ്ലാസ്സിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. സത്യം ഊറ്റാൻ ഉമ്മമാരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ നമ്മുടെ മറ്റേ മണ്ടേന്ന് കുടിക്കുന്ന ജ്യൂസ് എന്ത് ടേസ്റ്റ് അതിനുണ്ട്. 250 രൂപയാണ്, പക്ഷെ ടേസ്റ്റ് 300 കണ്ടാണ് ഒരു ഗ്ലാസിനകത്ത്. 300 രൂപയും കണ്ട, 300-350 കണ്ടത്. ബട്ട് അത് പക്ഷെ സത്യം പറയട്ടെ, നാട്ടിലത്തെക്കാട്ടിലും വില കുറവാട്ടോ ഇവിടെ സാധനങ്ങൾക്കായാലും ശരി. നാട്ടിലിപ്പോ ഭയങ്കര പിടിച്ചു പറയും എല്ലാ കാര്യത്തിനും.
ഇവിടുത്തേക്കാട്ടിലും വില കൂടുതലാണ് നാട്ടിൽ. ഞങ്ങളിപ്പോ ഇവിടെ നിന്ന് പറഞ്ഞതുണ്ട് ചെന്നു ഒരു പച്ചമുളക് വേണം 5 രൂപയ്ക്ക് കിട്ടും. പച്ചമുളക് 5 രൂപയുടെ ഇഞ്ചി 5 രൂപയ്ക്ക് ഞങ്ങള് മേടിക്കും. 5 രൂപയ്ക്ക് 10 രൂപയുടെ വെളുത്തുള്ളി പക്ഷെ നാട്ടിൽ കിട്ടത്തില്ല. അവിടെ 1/4 കിലോ കുറഞ്ഞ ഒരു വസ്തുവും കിട്ടും. സത്യം ഇവിടെ 5 രൂപയ്ക്ക് ഇഞ്ചി. അതുപോലെ ഒരു മിനിറ്റ്, അതുപോലെ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും കോഴി വാങ്ങിക്കും. ഇപ്പൊ ഞങ്ങൾക്ക് 3 നേരം ഇല്ല, നാട്ടിലെ ചില സ്ഥലത്തുണ്ട് തോന്നുന്നു. അങ്ങനെയില്ല, അത് ഒരു കോഴി. നമ്മളിപ്പോ ഇറച്ചിക്ക് ചെന്നാലേ നമ്മളിപ്പോ അല്ലല്ല, ചില വലിയ സ്ഥലത്തുണ്ട് തോന്നുന്നു. ഇല്ല അല്ലേ, കേരളത്തിലില്ല. നാട്ടിൽ ചെന്നാൽ നമ്മളിപ്പോ 1 കിലോ ഇറച്ചിക്ക് വേണ്ടിയായിരിക്കും ചെല്ലുന്നത്. എങ്ങനെങ്കിലും ഇച്ചിരി പൈസ ഉണ്ടാക്കി 1 കിലോ ഇറച്ചിക്ക് വേണ്ടി ചെല്ലുമായിരിക്കും. അവിടെ ചെല്ലുന്ന ഉടനെ ഒരു കോഴിയെ മൊത്തം കൂടെ വെച്ചവരങ്ങ് തൂക്കും. അപ്പൊ ആ മൊത്തം കൂടെ വെച്ച് തൂക്കുമ്പോ അതൊരു 2 കിലോ കാണും. അപ്പൊ അല്ലെങ്കിൽ പോട്ടെ, അല്ലെ 1.5 കിലോ അല്ലെ 2 കിലോ കാണും. അപ്പൊ അതിന്റെ മൊത്തം പൈസ ഇവര് കൊടുക്കണ്ടായോ? അതിന്റെ ചിറകും എല്ലാം നുള്ളി പറിച്ച് വരുമ്പോ അതെന്തോ കാണും, 1 കിലോ പോലും കാണത്തില്ല. പക്ഷെ കിലോയുടെ പൈസ അവര് മേടിച്ചിരിക്കുമെന്നുള്ളത്. ഞാനൊക്കെ ചിക്കൻ മേടിക്കുന്നത് 30 രൂപയ്ക്ക് അടക്കം ഞാൻ മേടിച്ചിട്ടുണ്ട്. 30 രൂപയ്ക്ക് എനിക്ക് 80 ഗ്രാം ചിക്കൻ കിട്ടും. 100 ഗ്രാം 80 ഗ്രാം. ഇവൻ ഇപ്പൊ ജിമ്മിന് പോകുന്നതുകൊണ്ട് ഇവനൊരു 200 രൂപ അല്ലെ 300 രൂപ ചിക്കൻ കടക്കാരന് കൊടുത്തു വെക്കും. അതായത് എന്നും ഇപ്പം ചിലരുടെ പൈസ കാണത്തില്ലല്ലോ. സോ അങ്ങനെ കൊടുത്തു വെക്കുമ്പോൾ ഇവന് ഒരു 1 വീക്കിന് ഉള്ള ചിക്കൻ, ഇവന് 100 ഗ്രാം ചിക്കൻ അവർ കൊടുക്കും. ആ 100 ഗ്രാം കുറച്ചുകൂടി കിട്ടും തോന്നുന്നു. കാരണം 250 രൂപയല്ലേ കിലോ. ഇവിടെ അങ്ങനെ 1 കിലോ 250 ആയിപ്പോ. 250 ചില കടയിൽ 250, ചില കടയിൽ 260 ആ ഒരു റേഞ്ച്. അപ്പൊ പക്ഷെ ആ ചിക്കൻ മൊത്തം ഡ്രസ് ചെയ്ത ചിക്കൻ ആയിരിക്കും അവർ തൂക്കി തരുന്നത്. നാട്ടിലെങ്ങനെ ഡ്രസ് പോലും ചെയ്യാത്ത ചിക്കൻ അല്ലേ അവര് ഡ്രസ് ചെയ്യാതെ തൂക്കുന്നത്. നാട്ടില് ഡ്രസ്സോട് കൂടി അല്ല. ഡ്രസ് തൂക്കുമ്പോ ഒരു കോഴി എടുത്താല് 1 കിലോയിൽ കൂടുതലുണ്ടാവും. അതെന്തായാലും നമുക്ക് 1 കിലോ ആയിരിക്കും വേണ്ടിയത്. നമ്മൾ ആ പൈസയുമായിട്ടായിരിക്കും പോകുന്നത്. അവിടെ ചെല്ലുമ്പോ അത് 2 കിലോ അല്ലെ 1.5, 1.25 ഇങ്ങനെ കാണും. അപ്പൊ ആ 2 കിലോ കോഴി ഉണ്ടെങ്കിൽ ആ 2 കിലോയുടെ പൈസ നമ്മൾ കൊടുത്തിരിക്കണം. പക്ഷെ നമുക്ക് ഒന്നുപോലും തികച്ചു കിട്ടത്തില്ല. പക്ഷെ 1 കിലോയുടെ പൈസ ആരായിരിക്കും പോകുന്നത്? 1 കിലോ കോഴിയുടെ പൈസ ആരായിരിക്കും പോകുന്നത്? 1 കിലോനായിട്ട് അങ്ങനെ അതല്ല. പക്ഷെ ഒരാള് കോഴി വാങ്ങിക്കാൻ പോകുമ്പോ നാട്ടിലുള്ളവർക്ക് അറിയായിരിക്കുമല്ലോ അങ്ങനെ 1 കിലോ ആയിട്ട്. അതല്ല, നാട്ടില് 100-110 രൂപയൊക്കെ ഉള്ളൂ. നമുക്ക് കോഴി കണക്ക് പിന്നെ ലാസ്റ്റ് കോഫിയിൽ നിന്നും കോഴിയിലോട്ട്. ഇനി ഞങ്ങൾ വേറെ യൂണിവേഴ്സിലെത്തും. അതെ, ഇതാണ് ഞങ്ങളുടെ ഒരു ബിന്ദു ഖാർത്തോ ശ്രീജിത്ത് യൂണിവേഴ്സ്. മൾട്ടി യൂണിവേഴ്സ് ഗൈസ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യട്ടോ. എഡിറ്റിംഗിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യണോ, അതുപോലെ വീഡിയോ ഇങ്ങനെ ഇട്ടാൽ മതി, പിന്നെയും കുറച്ചും കൂടി അപ്ഡേറ്റ്സ് വരുത്തണോ, ഇനി എന്തെങ്കിലും വേറെ സ്റ്റൈലിൽ എടുക്കണോ എന്ന് കമന്റ് ചെയ്യൂ പ്ലീസ്. ഇല്ലേ ബിന്ദുസേ, കമന്റ് ചെയ്യാൻ പറ. ഞങ്ങൾക്ക് വലിയ ഇതുള്ളവരൊന്നുമല്ല. ഞങ്ങൾ അനാഥരാണ് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇതിനെപ്പറ്റി നോളേജ് ഒക്കെ കുറവാണ്. അതിനെപ്പറ്റി എന്തെങ്കിലും ഇനി ഇതുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റിൽ കൂടെ ഞങ്ങളെ അറിയിക്കുക. പോക്കുവരവ് എന്താണെന്ന് വെച്ചാൽ വിളിച്ചിരിക്കുക ഗൈസ്. ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. കഷ്ടം. അപ്പോൾ ടാറ്റ ഗൈസ്. ഇനി അടുത്ത വീഡിയോ എടുത്ത് കാണുന്നവരെ ബൈ ബൈ എന്ന് പറ ബിന്ദു പറ നോക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. ഇനി അടുത്ത വീഡിയോ കൂടെ ചെയ്തു തരിക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. അവള് ചിരിച്ചോണ്ടിരിക്കുക. അത് ചിരിക്കുടിക്കുക. അത് കണ്ടിന്യൂ ആയിട്ട് ചിരിച്ചോണ്ടിരിക്കുക. സ്റ്റാർട്ട് ചെയ്യാൻ നിർത്തത്തില്ല. അങ്ങോട്ട് വീഴുന്നു നോക്കിയിരിക്കും ചിരിക്കാനായി. മനുഷ്യരല്ലയോ 32 പല്ലിന്റെ ഇടയിൽ ഒരു നാക്കാണ്. എന്തായാലും സംഭവിക്കുക. ഏത് പ്രധാനമന്ത്രിയാണ് മോദിക്ക് വരെ വർത്തമാനം പറയുമ്പോ എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും. അതേ ഉള്ളൂ. ഈ 32 നാട്ടിൽ പോകുമ്പോഴേ എന്റെ മാമൻ എന്തെങ്കിലും സീരിയസ് ടോക്ക് ആയിരിക്കും ചെയ്യുന്നു. എനിക്കറിയത്തില്ല, എനിക്കത് ചിരി വന്ന് കണ്ടിന്യൂ ആയിട്ട് തിരിച്ചടിക്കും. മാമൻ വലിയ കണ്ണൊക്കെ കാണിക്കും മാമൻ. എന്നാലും എനിക്ക് ചിരി കൺട്രോൾ ആകത്തില്ലയോ. അതുപോലെ എനിക്ക് ഇങ്ങനെ കുറെ ആൾക്കാരിരിക്കുമ്പോൾ സീരിയസ് ടോക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് എന്തെങ്കിലുമൊക്കെ കോമഡി ഓർമ്മ വരും. അപ്പൊ എനിക്ക് കൺട്രോൾ ആവത്തില്ല ചിരി.
അങ്ങനത്തെ ഒരു പ്രകൃതികളാണ് ഞാൻ. മനസ്സിലായാലോ താങ്കൾക്ക് ഏകദേശം ഇവളുടെ ഒരു ക്യാരക്ടർ അല്ലേ? എല്ലാവർക്കും കുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണമേ, ക്ഷമിക്കണം. അതിന് ഞങ്ങൾ അങ്ങനല്ല അത് ഇങ്ങനാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കമന്റ് ചെയ്യുക. യെസ്, അതെ. അപ്പോൾ ടാറ്റ കൊടുക്കണേ. ഞാൻ 1 മണിക്കൂർ തിരിച്ചു പോകൊണ്ടിരിക്കും. ബൈ ഗൈസ്.